ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സിൻ്റെ പ്ലസ് ടു മാത്തമാറ്റിക്സിലെ മെട്രിക്സിൻ്റെ 3/3 മെട്രിക്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ 3/3 മെട്രിക്സിനെ വേറൊരു 3/3 മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം അവസാനം കിടക്കുന്ന 3 എടുത്ത് നോക്കുക. അപ്പോഴും നമുക്ക് ആ ഓർഡറിലായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 3/3 3 റോയും 3 കോളവും ഉണ്ട്. ഇവിടെ 3 റോയും 3 കോളവും ഉണ്ട്. അതനുസരിച്ച് നമ്മൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 റോയും 3 കോളവും ഉള്ള മെട്രിക്സ് തന്നെ നമുക്ക് ആൻസറായിട്ട് കിട്ടും. ഇപ്പോൾ എ ക്രോസ് ബി അഥവാ എ ഇൻറ്റു ബി കാണുന്നതിന് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഈ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 അതിനെ ആദ്യം നമ്മളിങ്ങനെ എഴുതി എ ഇൻറ്റു ബി എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി. അതിനുശേഷം 1 × 1 1 എഴുതി. പ്ലസ് ഇട്ടിട്ട് 2 × 2 എന്ന് പറയുന്ന 4 എഴുതി. 3 × 2. അപ്പോൾ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളത്തിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതേപോലെ ഫസ്റ്റ് റോ എടുത്ത് എല്ലാ കോളത്തിനെയും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് ഇതിനകത്ത് റോയിൽ എഴുതണം. ഒരു 1 × 1 എന്ന് പറയുന്നത് 1 2 × 3 6 3 × 1 3. അതേപോലെ തന്നെ ഈ ഫസ്റ്റ് റോ എടുത്ത് മൂന്നാമത്തെ കോളത്തിന് 1 × 2 2 2 × 2 4 എന്ന് പറയുന്നത് 8 3 × 1 എന്ന് പറയുന്നത് 3. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സെക്കൻഡ് റോ എടുത്ത് നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യും. 4 × 1 എന്ന് പറയുന്നത് 4 5 × 2 എന്ന് പറയുന്നത് 10 1 × എല്ലാം പ്ലസ് ഇട്ടാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞാൽ 4 × 1 എന്ന് പറഞ്ഞാൽ 4 5 × 3 എന്ന് പറഞ്ഞാൽ 15 3 നോക്കുമ്പോൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇത് തെറ്റിപ്പോകരുത്. സംഭവം സിമ്പിളാണ്, പക്ഷേ തെറ്റിപ്പോകാതെ നോക്കിക്കോണം. അതുപോലെ തന്നെ സെക്കൻഡ് റോ എടുത്ത് മൂന്നാമത്തെ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 2 8 5 × 4 20 1 × 1 1. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളത്തിനെ സെക്കൻഡ് കോളത്തിനെ തേർഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 1 2 2 × 2 4 3 × 2 6. അതുപോലെ തന്നെ 2 × 1 2 2 × 3 6 3 × 1 3. അതേപോലെ തന്നെ 2 × 2 2 × 4 3 × 1. നമ്മളിതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാം ആഡ് ചെയ്യുകയാണ് വെക്കേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിവതും ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. സമയം പോകരുത്. മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സിമ്പിളാണ് ക്വസ്റ്റ്യൻ, പക്ഷേ ഒരു കാരണവശാലും നമ്മൾ ടൈം പോകരുത്, എഴുതുന്ന തെറ്റുകയും ചെയ്യരുത്. എന്നിട്ട് ഇതിനെ അങ്ങ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഉത്തരങ്ങളാണ് നമ്മളിതിൻ്റെ ആൻസറായിട്ട് നമ്മളിത് എഴുതുന്നത്.